ഈ യുദ്ധത്തെ പറ്റി പറഞ്ഞാൽ ആശങ്ക നമ്മൾക്ക് മാത്രമല്ല, ഈ നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവനും ആശങ്കയിൽ തന്നെയാണ്. എന്നാലും ഇവിടുത്തെ ഗവൺമെന്റിൽ നമുക്ക് കിട്ടുന്ന വാർത്തകൾ, അതല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അത് കൃത്യമായിട്ട് പാലിച്ചു പോന്നാൽ അതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 5000 തൊഴിലാളികളുണ്ട്. അതിന് അമരക്കാരനാണ് ഞാൻ. വലിയ ഉത്തരവാദിത്വം ചെറുതല്ല, വലിയ ഉത്തരവാദിത്വമാണ് അത്. പിന്നെ ഈ നാട്ടിൽ വരുന്നൊരു പ്രയാസങ്ങൾക്കും നമ്മളിൽ പങ്കാളിയാണ്. പ്രയാസങ്ങൾക്ക് കാരണം ഇവിടെ ചെറുപ്പകാലം മുതൽ ഇവിടെ തന്നെയാണ് നിന്നതിൻ്റെ പേര് വന്ന് നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനേക്കാളും പ്രാധാന്യത്തോട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അവരൊരു കുടുംബത്തെ പോലെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, നമ്മുടെ കേരളക്കാരെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ. അതുപോലെ തന്നെ കൊറോണ വന്ന സമയത്ത് നമുക്ക് വല്ല കുറവുണ്ടായിരുന്നോ? ഒരു കുറവുണ്ടായിട്ടില്ല. താമസിക്കുന്ന ഓരോ റൂമുകളിലും നമുക്ക് മരുന്ന് എത്തിച്ചു തന്നിരുന്നു, ഭക്ഷണം എത്തിച്ചു തന്നിരുന്നില്ലേ? അത് നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത് മറ്റു ലോകങ്ങൾക്കൊരു മാതൃകയാണത്. ഇന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അത് ഒരു മധുരിക്കുന്ന ഓർമ്മകളായി മാറിയത്. അത് നമുക്ക് രണ്ടാമത്തെ അനുഭവമാണത്. ഇതുവരെ അൽഹംദുലില്ലാ ഭയപ്പെടുത്തുന്നില്ല. പിന്നെ വിധിയുണ്ട് അല്ലേ? ഇവിടെ ഒരു മരണം നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട സംഭവമാണ്. പിന്നെ നമ്മളും കുറേ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഗവൺമെന്റ് നമുക്ക് നമ്മളെ കുടുംബാദികളെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ നമ്മളെ പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഫാമിലിയെ കൊണ്ടുവന്നിട്ടുണ്ട്, ജോലിയായിട്ടുണ്ട്, ഇതുപോലെ മാതാപിതാക്കളെ കൊണ്ടുവന്നിട്ടും അങ്ങനത്തെ ഫാമിലിക്കാരെ കൊണ്ടുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കുറച്ച് നാളെ അവരെങ്കിലും മാറ്റി നിർത്തണം, നാട്ടിലേക്ക് അയക്കുക. അതിപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് കിട്ടാനുണ്ട്, എങ്ങനെയെങ്കിലും അവരെ നാട്ടിലെത്തിച്ചാൽ പിന്നെ നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ മതി. മറ്റു നമ്മൾ ഒരു പക്ഷേ ഇതിൻ്റെ മേലെ വല്ലതും സംഭവിച്ചാൽ നമുക്ക് ഒരുപാട് പാനിക്കിലേക്ക് പോകാൻ സാധ്യത, മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നമ്മുടെ ഒരു നാട്ടിലെത്തിക്കാൻ നമുക്ക് കുറച്ച് നാളത്തേക്ക് നല്ല ജോലിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, ഇതൊന്നും പോട്ടെ. അല്ലാത്തവർ ശ്രദ്ധിക്കണം. നാട്ടിലവരൊക്കെ നാട്ടിൽ അയക്കുന്നതും നല്ലതായിരിക്കും. മറ്റു രാജ്യങ്ങളെ പോലെ നമ്മൾ എവിടെ പോയാലും, യൂറോപ്പിൽ പോയാലും അല്ലെങ്കിൽ മറ്റേത് രാജ്യത്ത് പോയാലും അവിടെ ശമ്പളം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ശമ്പളം നമുക്ക് കൃത്യമായിട്ട് നാട്ടിൽ അയക്കാനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിക്കാനോ പറ്റുന്നു വരില്ല. അതുപോലെ ഇവിടെ നമ്മളിന്ന് ഇതുവരെ ചൂഷണം അല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ടുള്ള സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ചെറിയ പൈസയിൽ നമ്മൾ വിസ വാങ്ങിക്കുള്ളൂ. അതുപോലെ നമുക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള നമ്മുടെ ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു തന്നിട്ടുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കാണ് ബിസിനസ് ചെയ്യാനും ഒരു ചട്ടക്കൂടിലാണത്. ഇവിടെ നിയമങ്ങളുണ്ട്, ഒരു നേതാവുണ്ട്. ആ നേതാവ് പറയുന്ന രൂപത്തിൽ പോയാൽ ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു സന്തോഷമുള്ള ജീവിതത്തിലൂടെ 40 വർഷമായി ഞാനൊക്കെ ഇവിടെ വന്നിട്ട് അന്യായമായിട്ട് ആരൊന്നും ചെയ്തിട്ടില്ല. വളരെ സന്തോഷമായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ? അത് നമ്മൾ എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാൽ തീരില്ല ഈ രാജ്യത്തോട്. എനിക്ക് വേണ്ടിയിട്ടില്ല, നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നന്ദി പറയണേ. ഒന്നിൻ്റെ അവസാനമേ കാണില്ല, മറ്റൊന്നിൻ്റെ തുടക്കമാണത്. ബാക്കിലോട്ട് നമ്മൾ ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. എപ്പോഴും രാജ്യത്തോടൊപ്പം നമ്മളെ ഈ രാജ്യവും മുന്നോട്ടെന്നുള്ള യാതൊരു സംശയമില്ല. അത് കാരണം നമുക്ക് തെളിയിച്ചിട്ടുള്ളതാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ വിജയത്തിലേക്ക് മുന്നോട്ട് പോകുള്ളൂ.